നമസ്കാരം M5 ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഇനിയൊരു മടങ്ങിവരവില്ല. തലസ്ഥാനം VS അച്യുതാനന്ദന് കേരളത്തിന്റെ സമരനായകന് വിട പറഞ്ഞു. VSനെ കാണാൻ തടിച്ചുകൂടിയത് ആയിരങ്ങൾ. അന്തരിച്ച മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദനെതിരെ സമൂഹ മാധ്യമത്തിൽ അധിക്ഷേപ പരാമർശം നടത്തിയ സംഭവത്തിൽ പോലീസ് കേസെടുത്തു. വണ്ടൂർ വാണിയമ്പലം സ്വദേശിയായ യാസിർ അഹമ്മദിനെതിരെയാണ് കേസെടുത്തത്. VS അച്യുതാനന്ദന്റെ സംസ്കാര ചടങ്ങിൽ കേന്ദ്ര സർക്കാരിന്റെ പ്രത്യേക പ്രതിനിധി പങ്കെടുക്കും. മുൻ മുഖ്യമന്ത്രി എന്ന നിലയ്ക്കാണ് ആദരവ് അർപ്പിക്കാൻ പ്രത്യേക പ്രതിനിധിയെ അയക്കുന്നത്. വാർത്തകൾ വിശദമായി. തലസ്ഥാനത്ത് നിന്ന് VSന് വിപ്ലവ മണ്ണിലേക്ക് മടക്കം. അനന്തപുരയിൽ നിന്ന് ആലപ്പുഴയിലേക്കുള്ള VSന്റെ അന്ത്യയാത്ര തുടങ്ങി. തൊണ്ടപൊട്ടി മുദ്രാവാക്യം മുഴക്കിയാണ് തങ്ങളുടെ പ്രിയ സഖാവിനെ യാത്രയാക്കാൻ സെക്രട്ടേറിയറ്റ് പരിസരത്ത് ജനസാഗരം തടിച്ചുകൂടിയത്. ഔദ്യോഗിക ബഹുമതികളോടെ VS അച്യുതാനന്ദന്റെ ഭൗതിക ശരീരം ദർബാർ ഹാളിൽ നിന്നും വിലാപയാത്രയ്ക്കായി പുറത്തേക്കെടുത്തു. ഇനി നേരത്തെ നിശ്ചയിച്ചത് പ്രകാരമുള്ള സ്ഥലങ്ങളിലൂടെ വിലാപയാത്രയായി ആലപ്പുഴയിലേക്ക് എത്തിക്കും. മുഖ്യമന്ത്രി അടക്കമുള്ള നേതാക്കൾ വിലാപയാത്രയ്ക്കൊപ്പം ഉണ്ടാകും. കണ്ണേ കരളെ VS എന്ന മുദ്രാവാക്യവും ഏറ്റുവിളിച്ച പാർട്ടി പ്രവർത്തകർ VSന് തലസ്ഥാന നഗരിയിൽ നിന്ന് വിട നൽകി. ദേശീയപാതയിലൂടെ വിലാപയാത്രയായാണ് ആലപ്പുഴയിലെ വേലിക്കഹത്ത് വീട്ടിലേക്ക് VSന്റെ ഭൗതിക ശരീരം കൊണ്ടുപോകുന്നത്. വീട്ടിൽ പൊതുദർശനം. നാളെ രാവിലെ ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഓഫീസിലും പൊതുദർശനമുണ്ടാകും. ശേഷം വൈകിട്ടോടെ വലിയ ചുടുകാട്ടിൽ സംസ്കാരം നടത്തും. സമരഭൂമിയിൽ VS അന്ത്യവിശ്രമം കൊള്ളും. VSനോടുള്ള ആദരസൂചകമായി സംസ്ഥാനത്ത് 3 ദിവസം ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ന് സംസ്ഥാനത്ത് പൊതു അവധിയാണ്. എല്ലാ സർക്കാർ ഓഫീസുകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ, സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് അവധി പ്രഖ്യാപിച്ചു. സർക്കാർ കെട്ടിടങ്ങൾ ദേശീയ പതാക പകുതി താഴ്ത്തിക്കെട്ടിയിട്ടുണ്ട്. ഇന്നലെ വൈകിട്ട് 3:20-നായിരുന്നു VSന്റെ മരണം സ്ഥിരീകരിച്ചത്. ഹൃദയാഘാതത്തെ തുടർന്ന് തിരുവനന്തപുരം SUT ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ച VSന് പിന്നീട് സാധാരണ നിലയിലേക്ക് തിരിച്ചുവരാൻ സാധിച്ചിരുന്നില്ല. വെന്റിലേറ്ററിന്റെ സഹായത്തോടെ VSന്റെ ചികിത്സ തുടരുന്നതിനിടെയായിരുന്നു അന്ത്യം. മരിക്കുമ്പോൾ 101 വയസ്സായിരുന്നു VS അച്യുതാനന്ദന്റെ പ്രായം. M5 ന്യൂസ്, തിരുവനന്തപുരം. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ ഭൗതിക ശരീരം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര KSRTCയുടെ പ്രത്യേക ബസ്സിൽ തിരുവനന്തപുരത്ത് നിന്ന് ആലപ്പുഴയിലേക്ക് കൊണ്ടുപോകുന്ന ഭൗതിക ശരീരം പൊതുജനങ്ങൾക്ക് കാണാനും ഉള്ളിൽ കയറി ആദരാഞ്ജലികൾ അർപ്പിക്കാനും സൗകര്യമൊരുക്കുന്ന രീതിയിലാണ് ബസ്സിന്റെ സജ്ജീകരണം. സാധാരണ KSRTC ബസ്സിൽ നിന്നും വ്യത്യസ്തമായി ഗ്ലാസ് പാർട്ടീഷനിലുള്ള JN 363 AC ലോ ഫ്ലോർ ബസ്സാണ് VS അച്യുതാനന്ദന്റെ അന്ത്യയാത്രക്കായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. VSന്റെ ചിത്രങ്ങൾ ഉൾപ്പെടുത്തി പുഷ്പങ്ങൾ അലങ്കരിച്ച വാഹനമാണ് ഒരുക്കിയിട്ടുള്ളത്. കുറച്ചു സീറ്റുകൾ ഇളക്കി മാറ്റി ചുവന്ന പരവതാനി വിരിച്ചിട്ടുള്ള ബസ്സിൽ ജനറേറ്റർ, ഫ്രീസർ തുടങ്ങിയ സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ആലപ്പുഴയിലേക്കുള്ള വിലാപയാത്രയ്ക്ക് KSRTC ബസ്സിൽ സാരഥികളാവുന്നത് തിരുവനന്തപുരം സെൻട്രൽ ഡിപ്പോയിലെ TP പ്രദീപും വികാസ് ഭവൻ ഡിപ്പോയിലെ K ശിവകുമാറുമാണ്. പ്രധാന ബസ്സിന് അനുഗമിക്കുന്ന രണ്ടാമത്തെ ബസ്സിന്റെ ഡ്രൈവർ സിറ്റി ഡിപ്പോയിലെ H നവാസും പേരൂർക്കട ഡിപ്പോയിലെ V ശ്രീജേഷുമാണ്. M5 ന്യൂസ്, തിരുവനന്തപുരം. VS ജനപ്രിയ നേതാവ്, കേരള ജനതയ്ക്ക് വലിയ നഷ്ടം. അനുശോചിച്ച കോൺഗ്രസ് നേതാക്കൾ. നിലപാടുകളിൽ ഉറച്ചു നിന്ന വ്യക്തിയായിരുന്നു VS. അദ്ദേഹവുമായുള്ള നിമിഷങ്ങൾ താൻ എന്നും ഓർക്കുമെന്നും രമേശ് ചെന്നിത്തല. VS എന്ന ജനപ്രിയ നേതാവിന്റെ വിയോഗം കേരള ജനതയ്ക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും വലിയ നഷ്ടമെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പറഞ്ഞു. രാഷ്ട്രീയപരമായ എതിർപ്പുകൾ നിലനിൽക്കുമ്പോഴും വ്യക്തിപരമായി എല്ലാവരുമായും സൗഹൃദം പുലർത്തിയെന്ന ആളാണ് VS എന്നും കുടുംബത്തോടൊപ്പം പാർട്ടിയോടും ദുഃഖം രേഖപ്പെടുത്തുന്നുവെന്നും അധ്യക്ഷൻ പറഞ്ഞു. താൻ വളരെ കുട്ടിക്കാലം മുതൽ കാണുന്നയാളാണ് VS എന്നും നാട്ടുകാരെന്ന നിലയിൽ തങ്ങളോടെല്ലാം അദ്ദേഹം വലിയ സ്നേഹം വെച്ചു പുലർത്തിയെന്നുവെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. പ്രത്യയശാസ്ത്രപരമായി ഭിന്നതയുണ്ടായിട്ടും നല്ല ഒരു മനുഷ്യസ്നേഹിയായിരുന്നു VS. കാണുമ്പോൾ പരുക്കനാണെന്ന് തോന്നുമെങ്കിലും അടുത്തു പെരുമാറുമ്പോൾ അദ്ദേഹത്തിന്റെ മനഃശുദ്ധി അറിയാൻ കഴിയുമെന്നും ചെന്നിത്തല കൂട്ടിച്ചേർത്തു. VSുമായുള്ള സംസാരങ്ങൾ എപ്പോഴും ഹൃദ്യമായിരുന്നു. നിലപാടുകൾ ഉറച്ചു നിന്ന വ്യക്തിയായിരുന്നു. അദ്ദേഹവുമായുള്ള നിമിഷങ്ങൾ താൻ എന്നും ഓർക്കുമെന്നും ചെന്നിത്തല കൂട്ടിച്ചേർത്തു. M5 ന്യൂസ്, തിരുവനന്തപുരം. അന്തരിച്ച മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദനോടുള്ള ആദരസൂചകമായി ആലപ്പുഴ ജില്ലയിൽ സർക്കാർ ഓഫീസുകൾക്കും പ്രൊഫഷണൽ കോളേജും ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജൂലൈ 23 ബുധനാഴ്ച അവധി പ്രഖ്യാപിച്ചു. ദേശീയപാതയിലൂടെ വിലാപയാത്രയായി ആലപ്പുഴ പുന്നപ്രയിലെ വീട്ടിലേക്ക് VSന്റെ മൃതദേഹം ചൊവ്വാഴ്ച രാത്രിയോടെ എത്തിക്കും. ബുധനാഴ്ച ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പൊതുദർശനത്തിന് വയ്ക്കും. തുടർന്ന് ആലപ്പുഴ പോലീസ് റിക്രിയേഷൻ ഗ്രൗണ്ടിലും പൊതുദർശനത്തിന് വയ്ക്കും. വൈകിട്ട് 3 മണിക്ക് വലിയ ചുടുകാട്ടിൽ സംസ്കരിക്കും. അന്തരിച്ച CPM നേതാവ് VS അച്യുതാനന്ദന്റെ സംസ്കാര ചടങ്ങിൽ കേന്ദ്ര സർക്കാരിന്റെ പ്രത്യേക പ്രതിനിധി പങ്കെടുക്കും. മുഖ്യമന്ത്രി എന്ന നിലയ്ക്കാണ് ആദരവ് അർപ്പിക്കാൻ പ്രത്യേക പ്രതിനിധിയെ അയക്കുന്നത്. രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ളവർ VSന്റെ വിയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തിയിരുന്നു.
അന്തരിച്ച മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ കാവലാളായി നിഴലായി കൂടെ നടന്ന വയനാട് സ്വദേശി മടത്തിക്കുത്ത് പറമ്പിൽ ആന്റണിക്ക് VS ഒരു സ്നേഹസമ്മാനം നൽകിയിരുന്നു. VSനൊപ്പമുള്ള മായാത്ത ഓർമ്മകൾക്കൊപ്പം ആ ഉപഹാരം നിധി പോലെ ആന്റണി വീട്ടിൽ നിന്നും സൂക്ഷിക്കുന്നുണ്ട്. എൻ്റെ ഓർമ്മയ്ക്കിത് ആന്റണിയുടെ കയ്യിലിരിക്കട്ടെ. മുഖ്യമന്ത്രിയായിരിക്കെ VSന് സമ്മാനമായി ലഭിച്ച സ്വന്തം പടം വാത്സല്യത്തോടെ നൽകി ഗൺമാനായ ആന്റണിയോട് പറഞ്ഞു. മുട്ടിൽ കോളവയലിലെ മടത്തിക്കുന്ന് വീട്ടിൽ ആ ചിത്രം നിധി പോലെ സൂക്ഷിച്ചിട്ടുണ്ട് ASI ആന്റണി. AKG സെന്ററിലെ കേട്ടെഴുത്തുകാരൻ മുതൽ കാവലാളായി VSനൊപ്പമുള്ള മായാത്ത ഓർമ്മകളും. 1996 VSന്റെ സഹായിയായതാണ്. തിരുവനന്തപുരം AKG സെന്ററിലെ ജീവനക്കാരനായാണ് തുടക്കം. ഞാൻ VSന്റെ കൂടെ ഗൺമാൻ എന്ന നിലയ്ക്ക് ഡ്യൂട്ടി ചെയ്തത് 2006 മുതൽ 2013 വരെയാണ്. 2006 മുതൽ 2011 വരെ മുഖ്യമന്ത്രി എന്ന നിലയ്ക്കും അതിനുശേഷം പ്രതിപക്ഷ നേതാവായിരുന്നു. അപ്പോൾ അതിനു മുമ്പ് 96 മുതൽ ഞാൻ AKG സെൻറ്ററിലെ സ്റ്റാഫായിരുന്നു. അപ്പോൾ അന്ന് മുതലേ VSനെ പരിചയമുണ്ട്. VSൻ്റെ ലേഖനങ്ങളൊക്കെ എഴുതുന്നത് AKG സെൻറ്ററിലെ വേണുവേട്ടനായിരുന്നു. ആ വേണുവേട്ടൻ ചിലപ്പോൾ ചില ദിവസങ്ങളില്ലാത്ത ദിവസങ്ങളിലൊക്കെ VSൻ്റെ ലേഖനങ്ങളൊക്കെ എഴുതാൻ VS പറയുമ്പോൾ പോയിരുന്ന് ലേഖനങ്ങൾ VS പറയുന്നത് കേട്ട് എഴുതും. അപ്പം VSൻ്റെ എന്ന് വെച്ചാൽ VS സാധാരണ സ്വതസിദ്ധമായി പ്രസംഗിക്കുന്ന രീതിയിൽ തന്നെയാണെന്ന് നമ്മളോട് ഇത് പറഞ്ഞു തരിക, ലേഖനങ്ങൾ എഴുതാൻ. നമ്മളെന്തായാലും VSൻ്റെ കൂടെ എഴുതി എത്തുകയില്ല. കുറച്ച് ഒരു 1-2 പേപ്പറൊക്കെ എഴുതി കഴിഞ്ഞ് VS ആ പേപ്പർ വായിച്ചു പോകും. വായിക്കുമ്പോൾ പറയും, ആൻ്റണി ഇതിനകത്ത് കുറേ ആൻ്റണി സ്വന്തം വിഴുങ്ങിയിട്ടുണ്ടല്ലോ എന്ന് പറയും. എന്നിട്ട് തന്നെ VS തന്നെ വീണ്ടും 2ാം വട്ടം അത് നമ്മുടെ അടുത്ത് പറയും. അതേ വാചകം തന്നെ നമുക്കത് കേൾക്കുമ്പോൾ അറിയാമല്ലോ, അതേ കാര്യങ്ങൾ തന്നെ പറഞ്ഞാൽ നമ്മൾ എഴുതി ചേർത്ത് വയ്ക്കും. VS എന്ന 2 അക്ഷരത്തിൻ്റെ കരുത്ത് വിളിച്ചോതിയ നിർണായക യാത്രകളിലെല്ലാം നിഴലായി ആന്റണിയും ഉണ്ടായിരുന്നു. വർഷങ്ങൾ കൂടെ ഉണ്ടായിട്ടും ഒരു തവണ പോലും മുഖം കറുപ്പിച്ചൊരു വാക്കുകൾ കേൾക്കേണ്ടി വന്നില്ല. VSനോടൊപ്പമുള്ള സ്നേഹപൂർവമായ ദിവസങ്ങൾ ആന്റണി ഓർത്തെടുത്തു. കേരളത്തിൻ്റെ വിപ്ലവ സൂര്യൻ വിടവാങ്ങിയെങ്കിലും സമരപ്രക്ഷോഭങ്ങളുടെ നായകനൊപ്പമുള്ള സഞ്ചാരവും ജനകീയ മുഖ്യമന്ത്രിയുടെ ഇടപെടലുകളുമെല്ലാം ഇന്നലെ കഴിഞ്ഞതുപോലെ ആന്റണിയുടെ ഉള്ളിലുണ്ട്. M5 ന്യൂസ്, വയനാട്. അന്തരിച്ച മുൻ മുഖ്യമന്ത്രിയും CPM നേതാവുമായ VS അച്യുതാനന്ദനെതിരെ സമൂഹമാധ്യമങ്ങളിൽ അധിക്ഷേപ പരാമർശം നടത്തിയ സംഭവത്തിൽ പോലീസ് കേസെടുത്തു. വണ്ടൂർ വാണിയമ്പലം സ്വദേശിയായ യാസിർ അഹമ്മദിനെതിരെയാണ് കേസെടുത്തത്. വെൽഫെയർ പാർട്ടി ദേശീയ ഉപാധ്യക്ഷൻ ഹമീദ് വാണിയമ്പലത്തിന്റെ മകനാണ് യാസിർ. VS അച്യുതാനന്ദനെ വർഗീയവാദിയായി ചിത്രീകരിച്ചാണ് യാസീൻ അഹമ്മദ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. മുസ്ലിം വിരുദ്ധ വർഗീയ വിഷം ചീറ്റിയ യോഗിക്കും അമിത്ഷായ്ക്കും തുടങ്ങി എല്ലാ വർഗീയവാദികൾക്കും റഫറൻസുകൾ നൽകിയ, എത്രയോ മക്കളെ അനാഥരാക്കിയ, പല കൂട്ടക്കൊലകൾക്കും നേതൃത്വം നൽകിയ കമ്മ്യൂണിസ്റ്റ് തീവ്രവാദി VS കേരളം ഇസ്ലാമിക രാജ്യമാവാൻ കാത്തുനിൽക്കാതെ പടമായി തുടങ്ങിയ വാചകങ്ങളോടെയാണ് ഇയാൾ ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുള്ളത്. SIU വണ്ടൂർ ഏരിയ സെക്രട്ടേറിയറ്റ് അംഗമാണ് യാസീൻ അഹമ്മദ്. DYFI വണ്ടൂർ മേഖലാ കമ്മിറ്റി നൽകിയ പരാതിയിലാണ് വണ്ടൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. മുഖ്യമന്ത്രിയും മുൻ പ്രതിപക്ഷ നേതാവും അതോടൊപ്പം തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും തലമുതിർന്ന നേതാവുമായിട്ടുള്ള പുന്നപ്ര വയലാർ സമര നായകനായ സഖാവ് VS അച്യുതാനന്ദൻ്റെ മരണവാർത്ത ഏറെ സങ്കടത്തോടു കൂടിയിട്ടാണ് കേരളം ഒന്നാകെ ഇതിനെ കണ്ടിട്ടുള്ളത്. ആ സമയത്താണ് ഇന്നലെ ഏതാണ്ട് രാത്രിയോട് കൂടിയിട്ടാണ് വാണിയമ്പലത്തുകാരനായിട്ടുള്ള വെൽഫെയർ പാർട്ടിയുടെ ഒരു പ്രധാനപ്പെട്ട നേതാവിൻ്റെ മകൻ SIOയുടെ നേതാവായിട്ടുള്ള അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തകനായിട്ടുള്ള യാസീൻ അഹമ്മദ് എന്ന് പറയുന്ന ഒരുത്തൻ തൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെ കേരളത്തിൻ്റെ ഏറ്റവും ആദരണീയനായ മുൻ മുഖ്യമന്ത്രിയെ ഏറെ വ്യക്തിപരമായി അധിക്ഷേപിച്ചുകൊണ്ട് വളരെ മോശപ്പെട്ട രീതിയിൽ അദ്ദേഹത്തെ വ്യക്തിപരമായി അപമാനിക്കുന്ന തരത്തിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്ന സാഹചര്യമുണ്ടായി. ഈ സാഹചര്യത്തിലാണ് ഞങ്ങൾ DYFIയുടെ വണ്ടൂർ മേഖലാ കമ്മിറ്റി എന്നുള്ള നിലയ്ക്ക് തന്നെ വണ്ടൂർ സ്റ്റേഷനിൽ വന്ന് പരാതി നൽകുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നിയമപരമായ നടപടികളുമായി മുന്നോട്ട് പോകണമെന്ന് വണ്ടൂർ സ്റ്റേഷൻ ഓഫീസറെ അറിയിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി തന്നെ പരാതിയുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിനെതിരെ കേസെടുക്കുമെന്നുള്ള ഉറപ്പ് വണ്ടൂർ സ്റ്റേഷനിൽ നിന്ന് ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഇത്തരം മ്ലേച്ഛമായ രീതിയിൽ, ഇത്തരം വളരെ മോശപ്പെട്ട രീതിയിൽ ഇത്തരം വിദ്വേഷ പ്രചരണം നടത്തുന്ന ആളുകളെ തിരിച്ചറിയണമെന്നും ഇവർക്കെതിരെ കർശനമായ നടപടി, നിയമ നടപടി ഉൾപ്പെടെ എടുക്കണമെന്നുള്ളതാണ് ഞങ്ങൾക്ക് ഈ ഒരു ഘട്ടത്തിൽ ആവശ്യപ്പെടാനുള്ളത്.
സാഹോദര്യത്തോടു കൂടി ജീവിക്കുന്ന ജനങ്ങൾക്കിടയിൽ മതവിദ്വേഷം വളർത്തുന്നതിനും VSനെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നതിനും മരണാനന്തര ചടങ്ങുകൾ പോലും പൂർത്തീകരിക്കാത്ത സമയത്ത് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരത്തോട് അനാദരവ് കാണിക്കുന്നതിനും ലക്ഷ്യം വെച്ചുള്ള ശ്രമമാണ് നടന്നതെന്നാണ് DYFI പരാതിയിൽ ഉന്നയിച്ചിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക് M5 ന്യൂസ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇനിയൊരു മടങ്ങിവരവില്ല. തലസ്ഥാനം VS അച്യുതാനന്ദന് കേരളത്തിന്റെ സമരനായകന് വിട പറഞ്ഞു. VSനെ കാണാൻ തടിച്ചുകൂടിയത് ആയിരങ്ങൾ. അന്തരിച്ച മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദനെതിരെ സമൂഹ മാധ്യമത്തിൽ അധിക്ഷേപ പരാമർശം നടത്തിയ സംഭവത്തിൽ പോലീസ് കേസെടുത്തു. വണ്ടൂർ വാണിയമ്പലം സ്വദേശിയായ യാസിർ അഹമ്മദിനെതിരെയാണ് കേസെടുത്തത്. VS അച്യുതാനന്ദന്റെ സംസ്കാര ചടങ്ങിൽ കേന്ദ്ര സർക്കാരിന്റെ പ്രത്യേക പ്രതിനിധി പങ്കെടുക്കും. മുൻ മുഖ്യമന്ത്രി എന്ന നിലയ്ക്കാണ് ആദരവ് അർപ്പിക്കാൻ പ്രത്യേക പ്രതിനിധിയെ അയക്കുന്നത്. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.